ഹലോ നമസ്കാരം വെൽക്കം ടു ഷൈനിബിന്ദുസ് വേൾഡ്. എങ്ങനെ നമുക്കിന്നൊരു വിറ്റാമിൻ സി സീറം ഉണ്ടാക്കാൻ നോക്കാം. വലിയ വില കൊടുത്ത് വാങ്ങുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതിനുമുമ്പ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തെല്ലാമെന്ന് പറയാം. വിറ്റാമിൻ സിയെ പറ്റി ധാരാളം പേർക്കെല്ലാം അറിയാം, എന്നാൽ അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പം വിറ്റാമിൻ സി സീറം നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ തന്നെ സൺ ഡാമേജ്, ഇതിനെല്ലാം ലൈറ്റൻ ചെയ്യാനും, അതുപോലെ തന്നെ പിമ്പിൾ മാർക്സിനെല്ലാം ലൈറ്റൻ ചെയ്ത് കൊണ്ടുവരാനും, അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സർക്കിൾസുമല്ലോ, കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ്, ഇതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനും, അതുപോലെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ, ചുണ്ടിന് ചുറ്റും ഇവിടെയൊക്കെ ഉള്ള പിഗ്മെൻറ്റേഷനെയൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ കൊടുക്കാനും, അതുപോലെ നമ്മുടെ സ്കിന്നിനൊരു ബ്രൈറ്റ്നെസ് തരാനും, യങ്ങായിട്ട് വെച്ചിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് വിറ്റാമിൻ സി സീറം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ഈ ചാനൽ, അതിനടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഭാവിയിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് DM വാട്ടറാണ്. അതിനായിട്ട് ഞാനിങ്ങനെ ഒരു സ്പൂൺ, ഇങ്ങനത്തെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൽ 3 സ്പൂൺ DM വാട്ടർ എടുക്കാം. നിങ്ങളുടെ കയ്യിൽ DM വാട്ടർ ഇല്ലെങ്കിൽ റോസ് വാട്ടറും എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ DM വാട്ടറാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ DM വാട്ടർ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് DM വാട്ടർ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വിറ്റാമിൻ സി പൗഡർ അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ്. അത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത്രയാണ്, ഒരു 1/4 ടീസ്പൂണിൻ്റെയും താഴെ എടുത്തിരിക്കുകയാണ്. അത് ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ ഇതേപോലെ EVON ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എനിക്ക് ഓയിൽ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. അടുത്തായിട്ട് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്ലിസറിനാണ്. നമ്മൾ വിറ്റാമിൻ സി ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ സ്കിന്ന്. അത് കാരണം ഞാനിവിടെ ഒരു 2-3 തുള്ളിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്കൊരു 5 to 10 ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 4 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഇതിൻ്റെ ഒരു ഗ്രാനുവൽസും ഇല്ലാണ്ട്, ഒരു പൊടികളും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കുറച്ച് ടൈം എടുത്ത് നന്നായിട്ട്, അത് ഒരു പൊടികളൂടെ കിടക്കാൻ പാടില്ല. അങ്ങനെ നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു പൊടികളും ഇല്ലാതെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സീറം ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സീറം ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനത്തെ ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ബ്ലൂ കളറോ ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. വിറ്റാമിൻ സി സീറം വച്ചിരിക്കാൻ വേണ്ടി. കാരണം ഇല്ലെങ്കിൽ ഇത് ഓക്സിഡൈസ് ആവാൻ ചാൻസ് ഉണ്ട്, ഒരു പെട്ടെന്ന് നാശമാവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ ഈസി ആയിരിക്കാൻ വേണ്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ സീറം ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീറം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ വിറ്റാമിൻ സി സീറം ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് രാത്രിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ, പകലിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. പകലിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ SPF 50 എങ്കിലുള്ള ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ പുറത്ത് പോകാവൂ. രാത്രിയിൽ ഫേസ് എല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 3 തുള്ളിയൊക്കെ തന്നെ മതിയാവും. പിന്നെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു 5-10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ അതിനുശേഷം ഒരു നൈറ്റ് ക്രീം എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നെങ്കിൽ അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.